എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചി ഇന്ന് വിളവെടുക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിളവെടുത്ത ഇഞ്ചിയിൽ നിന്ന് മാറ്റിവെക്കുന്ന വിത്ത് ഉപയോഗിച്ച് അടുത്ത ബാച്ച് ഇഞ്ചി എങ്ങനെ നടാമെന്നും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. വീട്ടമ്മമാർക്കും തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയാണിത്. വീഡിയോ മുഴുവനായി കാണുക. ആദ്യം നമുക്ക് വിളവെടുപ്പ് കാണിക്കാം. ഈ ഗ്രോ ബാഗിലെ ഇഞ്ചിയൊക്കെ നല്ലപോലെ ഉണങ്ങിപ്പോയതായിരുന്നു കേട്ടോ. തണ്ടൊക്കെ ഇത് മഴ പെയ്തു എല്ലാ ഇഞ്ചിയും മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത് വിളവെടുക്കാൻ വൈകിപ്പോയി, അതുകൊണ്ടാണ് ഇതൊക്കെ മുള വന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വിളവെടുത്തിട്ട് അതിൽ നിന്ന് നല്ല കരുത്തുറ്റ വിത്ത് നോക്കിയിട്ട് വേണം നമുക്ക് മാറ്റി നടാനായിട്ട്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് പതുക്കെ ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ട് നോക്കാം. ഇഞ്ചി നടാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഇലകൾ പൂർണ്ണമായും ഉണങ്ങി വരുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. ഏകദേശം ഒരു 8-10 മാസം. ഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ മണ്ണ് തട്ടിപ്പൊളിക്കാൻ വളരെ എളുപ്പമാണ്. നല്ല ഫ്രഷായ നല്ല വലിപ്പമുള്ള ജൈവ ഇഞ്ചിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് വെള്ളത്തിലോട്ടിട്ട് നല്ലപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇഞ്ചിയാണ് നമുക്കൊരു ഗ്രോ ബാഗിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടതിൽ നിന്ന് പൊട്ടിപ്പോന്നാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ലപോലെ ഇത് വെള്ളത്തിലിട്ടൊക്കെ മണ്ണൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്ത് കാണിക്കാം. മണ്ണും വേരുകളും കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഒരു ഗ്രോ ബാഗിൽ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം വെച്ചിട്ടാണ് ഇത് നട്ട് കൊടുത്തത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയുമാണ് ഒരു ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ 2-3 ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ നട്ട് കൊടുത്താൽ നമ്മുടെ വീട്ടിലേക്കും അതിനപ്പുറവും നമുക്ക് ഇഞ്ചി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത തവണ നടാനുള്ള വിത്ത് മാറ്റി വെക്കാം. നല്ല ആരോഗ്യമുള്ള 1-2 മുളയൊക്കെ വന്ന കഷ്ണങ്ങളാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഇവ നേരിട്ട് നമുക്ക് നട്ടുകൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഈർപ്പമുള്ള ചണച്ചാക്കിൽ പൊതിഞ്ഞു വെച്ച് മുളപ്പിച്ച ശേഷവും നടാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് മണ്ണൊരുക്കലും നടിയിലുമാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഇപ്പോൾ വിളവെടുത്ത ഗ്രോ ബാഗിൽ തന്നെയാണ് വീണ്ടും ഇഞ്ചി നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറേ പച്ചിലകൾ, അതുപോലെ ഉണങ്ങിയ വാഴ ഇലകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിറച്ച് കൊടുക്കുന്നത്. ഞാൻ കൂടുതലും ഈ പച്ചക്കറികളായാലും മഞ്ഞളായാലും ഇഞ്ചി ആയാലും ഒക്കെ 3/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയിലകൾ നിറച്ചതിന് ശേഷമാണ് നമ്മുടെ പൊട്ടി മിക്സ് നിറച്ച് കൊടുക്കാറ്. ഇത്രയും കരിയില ഞാൻ ഇതിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ 2-3 ദിവസം കൊണ്ട് തന്നെ താഴ്ന്നു പോവും. ഇതിങ്ങനെ നിറച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് കട്ട പിടിക്കില്ല, വേരോടാനൊക്കെ വളരെ എളുപ്പവുമാണ്. അപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് ഞാനിവിടെ കുമ്മായം ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഇട്ടത്. നമ്മളെ ഇഞ്ചി വിളവെടുത്ത മണ്ണും എടുക്കാം, പക്ഷെ അതൊന്ന് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിവിടെ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് തന്നെ കുമ്മായം ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണുണ്ട്, അതാണ് ഇതിലോട്ട് എടുത്തത്. പിന്നെ വളമായിട്ട് ഞാനിവിടെ എടുത്ത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വേരിച്ചീയൽ പോലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുത്തത്. ഉണങ്ങിയ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. ഇനി ഇത് 3ഉം കൂടെ നല്ലതുപോലെ മണ്ണുമായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചിയുടെ വിത്ത് നട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോ ബാഗ് മഴയത്തൊന്നും വെക്കേണ്ട. മഴയൊന്നും തട്ടാത്തൊരു ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കാം. വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ മഴവെള്ളമൊക്കെ വീണ് വെള്ളം കെട്ടിക്കിടന്നാൽ പെട്ടെന്ന് ഇഞ്ചി ചീഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ 10 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് ഒക്കെ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഉള്ളൊരു ഇഞ്ചിയുടെ ചെറിയ കഷ്ണം ഞാൻ നട്ട് കൊടുത്തതായിരുന്നു. അത്രയും ഇഞ്ചിയാണ് നമുക്കതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതാ നടാനായിട്ട് ഞാനിവിടെ ഈ മുള വന്ന 2 ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണം തന്നെ ധാരാളമാണ് കേട്ടോ. ഇതിൽ നിന്ന് ഒരുപാട് നമുക്ക് ഇഞ്ചി വിളവെടുക്കാം. അപ്പോൾ ഈ 2 മുള വന്ന തൈകളാണ് ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇഞ്ചിയൊക്കെ നട്ട് കൊടുത്തു. ഇപ്പോൾ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ നനച്ച് കൊടുക്കുന്നില്ല, മണ്ണ് തന്നെ നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ മഴ പെയ്ത്.
അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം നനച്ച് കൊടുത്താൽ മതി. ഇനി തണലുള്ള ഭാഗത്ത് ഇതിനെ മാറ്റി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് കിട്ടിയ ഇഞ്ചി. ഇതുപോലെ ഗ്രോ ബാഗിൽ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് ഇഞ്ചി നട്ട് വളർത്തി ഇതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഇന്നത്തെ ഇഞ്ചി വിളവെടുപ്പും നടീലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൃഷി അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.